വെരി വെരി ഗുഡ് മോർണിംഗ് സ്വീറ്റി. ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് പോകുന്നത്. ഹായ്, അങ്കിളിന്റെ വണ്ടിയാ? ആ, അങ്കിളിനെ പോലെ തന്നെ വണ്ടിക്ക് നല്ല ഭംഗിയുണ്ട്. മോള് ചെറുപ്പത്തിലെ തന്നെ വാചകടിച്ച് സുഖിപ്പിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് മോട്ടോർ സൈക്കിളിൽ കയറാൻ എന്ത് ഇഷ്ടമാണെന്നോ. ഞാൻ കാറിലും ഓട്ടോയിലും കയറിയിട്ടുണ്ട്. ഇനി ഇതിൽ മാത്രം കയറിയാൽ മതി. എന്നെ ഇതേ കയറ്റി റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ട് നാക്കിയാ മതി. എന്നാ കയറിക്കോ. ശരിക്കിരുന്നോണം. അങ്കിളിന് ശരിക്കും ഓടിക്കാറിയോ? എന്നെ താഴെ ഇടുവോ? നീ ആള് മോശമല്ലല്ലോ. കയ്യും കാലും കിടത്തി താഴെ വീഴണ്ട മോളെ, സൂക്ഷിച്ചിരുന്നോ. മോളെ, രമ്യ മോളെ, എവിടെ പോയി കിടക്കുന്നു? മോളെ, മമ്മിക്ക് ഓഫീസിൽ പോണെങ്കിൽ അങ്കിളിന്റെ പുറകെ കയറി ഇരുന്നാ മതി. ഇതൊരു പീരാണെന്നോ? എന്തിന്റെ ഒരു കിന്നാരം. വരും, വീട്ടിൽ കയറിയിട്ട് പോ. അയ്യോ, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. ഞാൻ വൈകുന്നേരം വരാം. മാനേജറുണ്ടോ? അകത്തുണ്ട്. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ബാലേന്ദ്രനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറെ നാൾ ബാംഗ്ലൂർ ടു ബോംബെ ആയിരുന്നു, പിന്നെ ബോംബെ ടു ഡൽഹി. ഞാൻ വന്നത് എന്റെ കുറെ ഫ്രണ്ട്സിന് ഗൾഫ് കൺട്രീസിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അവരെ ടിക്കറ്റ് ഒന്ന് ശരിയാക്കണം. എത്ര പേരുണ്ട്? 10-12 പേരുണ്ടാവും. എന്നത്തേക്കാ? 1-ാം തീയതി പോകണമെന്ന് അവർ പറയുന്നത്. ജസ്റ്റ് പ്ലീസ് കം വിത്ത് ചാറ്റ്. യെസ് സർ. ഞാൻ പൊസിഷൻ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാം. ഓ മതി, ഞാൻ മറ്റേ. ഓക്കെ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. പനിയുണ്ടോ? കണ്ണുമുഖമെല്ലാം വല്ലാതിരിക്കുന്നു. ദേഹത്തിനെല്ലാം വല്ലാത്ത വേദന. അകത്ത് പനിയുണ്ടായിരിക്കും. മോളിങ് വന്നില്ലേ? മോള് ഹോസ്പിറ്റലിലെ മത്തയുടെ വാലും പിടിച്ച് നടപ്പുണ്ട്. ഞാൻ പോയി വിളിക്കാം. മോളിങ് വന്നോളും. നീ പോയി കിടക്ക്, ഞാൻ കാപ്പി ഉണ്ടാക്കാം.
രേഖേ, നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല. ഡോക്ടർ കാണണോ? വേണ്ട, കുറച്ചേരം കിടന്നാലങ്ങ് മാറും. എന്നെ കാപ്പ് കുടിച്ചിട്ട് കിടന്നു. ഇവളുടെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമാണ്. വല്ലാത്ത വികൃതിയാ, ഒരിടത്തും അടങ്ങിയിരിക്കില്ല. കുഞ്ഞുങ്ങളായ കുറെ കുസൃതിയൊക്കെ വേണം അല്ലേ മോളെ? പിന്നല്ലാതെ മമ്മിയെ പോലെയാ ഞാൻ. വെരി സ്മാർട്ടാ അല്ലേ ഒറ്റയ്ക്ക? പിന്നെ അല്ലേ? അയ്യോ, ഞാനിന്നെ എപ്പോഴും ഉറങ്ങുന്ന ഭാവിയെ കണ്ടില്ല. കൊച്ചു ചുണ്ട, കൊച്ചു മൂക്ക്. മമ്മി, ഞാൻ ആ ഭാവിയെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ. എല്ലാം ഫേറ്റാണ് കുട്ടി. സൂസി പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മരണം അതാർക്കും ഏത് നിമിഷവും സംഭവിക്കും. രേഖയുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു, അത്രമാത്രം. രമ്യമോൾ അവളുടെ ഡാഡിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടോ? ഇല്ല. രമ്യമോൾക്ക് അവളുടെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല. സോറി, ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. മോളെ, എനിക്കൊരു മകളില്ല, മരുമകളുമില്ല. നിന്നെ കണ്ടപ്പോ, നിന്റെ കഥകൾ അറിഞ്ഞപ്പോ എനിക്കില്ലാത്തതിന്റെ മകളുടെ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാന്ത്വന വാക്കുകൾ വെറും ഫോർമാലിറ്റീസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും അതുകൊണ്ട് നിന്റെ മനസ്സിനൊരു അല്പം ആശ്വാസം ലഭിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല മോളെ. ഞാൻ വരട്ടെ. ഇതെന്റെ മകൻ ബാലചന്ദ്രൻ, പൈലറ്റ് ഓഫീസറാണ്. ഇത് രേഖ, രമ്യയുടെ അമ്മ. ഷീസ് വർക്കിംഗ് ദി അഡ്മിറൽ ട്രാവൽസ്. ഞാൻ വരട്ടെ. മത്തായി, സൂസിയുടെ അവര് മൂന്നാമാതി പോയി. സിസ്റ്റർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടാ. ബാലേട്ടാ, ആരാ അത്? അത് ആ വിശ്വനാഥ് സാറിന്റെ മകനാ, സുസി താക്കോൽ. വരാം മോളെ, മോള് കയ്യിന്ന് വിട്, അങ്ങനെ വരാം. വിനയനോ? ഇരിക്കൂ. ചേച്ചി ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഡാഡിക്ക് എന്ന് പോകാമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
കൃത്യമായൊരു തീയതി പറഞ്ഞിട്ടില്ല. ഞാൻ കാപ്പി എടുക്കാം. അങ്കിളിന് ചോക്ലേറ്റ് വേണോ? ആ, മമ്മി ചോക്ലേറ്റ് എവിടെയാ വെച്ചിരിക്കുന്നത്? ബാഗിലുണ്ട് മോളെ. അതൊന്നുമില്ലല്ലോ. അയ്യോ മോളെ, എല്ലാം താഴെ പോയി. ദാ അങ്കിൾ. ഇനി മോളൊരു കാര്യം ചെയ്യും. മോൾ അങ്കിളിന്റെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. ആ ചെല്ലു. അങ്കിൾ അങ്കിൾ അങ്കിൾ. താങ്ക് യു മോളെ. ദാ. മോളെ, ഇതെല്ലാം ബാഗിലെടുത്ത് വെക്കണ്ടേ? ആ ദാ. ആ. അപ്പൊ കൂട്ടാ, എന്താ കേട്ടാ അത്? വെഡിങ് കാർഡിന്റെ പ്രൂഫാ. നോക്കട്ടെ. ബാലചന്ദ്രൻ വിത്ത് ഷീല. വരന്റെയും വധുവിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താൽ നന്നായിരിക്കും. ആ, അത്രയൊക്കെ നന്നായി മതി. വെഡിങ് കാർഡ് കണ്ടാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കണ്ടേ ചേട്ടാ? വേണമെങ്കിൽ ചേട്ടന്റെ നല്ല ഗ്ലാമർ ഉള്ളൊരു ഫോട്ടോ ഞാൻ തരാം. പഴയതാണെങ്കിലും ഗ്ലാമർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചു. നിനക്ക് തുറന്നു കിട്ടി? ആ, കിട്ടേണ്ട അടുത്തുനിന്ന് തന്നെ. ചേട്ടാ, ആരാണ് ഈ പാർട്ടി? ഏത് പാർട്ടി? നീ എന്തായി പറയുന്നേ? മറയ്ക്കാനൊന്നും നോക്കണ്ട, എനിക്കറിയാം. ചേട്ടന്റെ പഴയ ലൈനല്ലേ? ചേട്ടൻ ഇത്രയും കാലം വിവാഹം കഴിക്കായിരുന്നതിന്റെ കാര്യം ഇപ്പോഴല്ലേ പുറത്തു വന്നത്? നിർത്താ, അവൻ ക്രോസ് ചെയ്യാൻ വന്നിരിക്കുന്നു. അതിനിത്ര ചൂടാവുന്ന എന്തിനാ? ചെറുപ്പത്തിലെ എന്നെ പോലെ അല്പം റൊമാൻസ് ഒക്കെ ഉണ്ടാവുന്ന രസമല്ലേ? ആ, പ്രേമവും ബന്ധവും ഒക്കെ ഉപേക്ഷിച്ച് വരുമ്പോ ഫോട്ടോയും ലെറ്ററും തിരിച്ചു വാങ്ങാൻ മറക്കാവോ ചേട്ടാ? ഏതായാലും എന്റെ കൈ കിട്ടിയത് നന്നായി. കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക, ഡാഡി അറിയണ്ട. അമ്പട കൊച്ചു കള്ള. ബാക്കിയുള്ളവനൊന്ന് പ്രേമിക്കുന്നത് കണ്ടപ്പോ എന്ത് വരട്ടായിരുന്നു. പ്രേമവും ശൃംഗാരവും ഒക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിരിക്കുന്ന പാർട്ടിയാ ഇപ്പൊ നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നമ്മുടെ കാര്യം എന്തെങ്കിലും ഡാഡിയോട് പറഞ്ഞ ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ട്. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഡാഡി ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചു കിട്ടി. ഡാഡിക്ക് ആർക്കൊക്കെ അയക്കണമെന്ന് വെച്ചാ ഞാൻ അയച്ചോളാം. ഗുഡ്. നോക്കട്ടെ മുത്തച്ഛ. ബാലചന്ദ്രൻ വിത്ത് ഷീല. ആരാ അങ്കിൾ ഈ ഷീല? ഈ അങ്കിൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ മോളെ. ഡാഡിക്ക് എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ തോന്നും. ആ, നിനക്ക് ക്ഷണിക്കേണ്ടവരെയൊക്കെ നീ നേരിട്ട് എഴുതി വിളിച്ചോ. നമ്മുടെ ബന്ധുക്കളെയൊക്കെ നീ നേരിട്ട് പോയി വിളിക്കണം. ആ, എനിക്ക് അറിയിക്കാനുള്ളവരെ ഞാൻ വിനയനെ കൊണ്ട് എഴുതിച്ചറിയിച്ചോളാം. ആ, വാമോളെ പോവാം. ആ, രേഖേ, വരുന്ന 15-ാം തീയതി ബാലേന്ദ്രന്റെ വിവാഹമാണ്. ബാലേന്ദ്ര, ആദ്യത്തെ ഇൻവിറ്റേഷൻ രേഖയ്ക്ക് എഴുതി കൊടുക്കുക.
രേഖ വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ വരണം. ബാലേന്ദ്രന് സഹോദരികൾ ആരുമില്ല. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ തന്നെ വേണ്ടതെല്ലാം ചെയ്യണം. എന്താ ഒന്നും മിണ്ടാത്തത്? നീ വരില്ലേ? ഞാൻ വരാം. ഓർക്ക് വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് വൈധവ്യം അനുഭവിക്കേണ്ടി വരും. ദൈവം അവളോട് കടുത്ത ക്രൂരതയാണ് കാട്ടിയത്.